ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ നമ്മളിതാ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു 31 ദിവസം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മൾ തേടേണ്ട ഒരു മാസമാണ്. എല്ലാ ദിവസവും രാത്രിയിൽ ഇങ്ങനെ നമ്മളൊരു ടോക്കൊക്കെ കേട്ട് വചനമൊക്കെ ധ്യാനിച്ച് ഈശോയുടെ കൂടെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഈ ഒരു മാസക്കാലം പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സാന്നിധ്യവും അമ്മയുടെ ഒരു കൂട്ടും കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഒരു മാസക്കാലം മുഴുവൻ നമ്മൾ പരിശുദ്ധ അമ്മയോട് കൂടുതൽ നിന്ന് അടുക്കാൻ, പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് കുറച്ചുകൂടെ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസം, ഈ ഒരു മാസം ആരംഭിക്കുമ്പോൾ ഈ ദിവസത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്കറിയാം, മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ കൂടിയാണ്. നമുക്കിന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ, കിടക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക നിയോഗം നമ്മുടെ മനസ്സിൽ വയ്ക്കാം. ലോകമെമ്പാടും നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പല മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. തൊഴിൽ മേഖലയിൽ ഒത്തിരി ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജോലി ഇല്ലാത്തവരുണ്ട്. ലഭിച്ച ജോലി അത്ര സന്തോഷമില്ലാത്തവരുണ്ട്. ജോലി കിട്ടുമെന്ന് പേടിച്ച് കഴിയുന്നവരുണ്ട്. അല്ലെങ്കിൽ കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിൽ കഴിയുന്നവരുണ്ട്. നമ്മുടെ ആ ഒരു വർക്കിംഗ് ഫീൽഡിൽ, നമ്മുടെ ജോലി മേഖലയിലെ എല്ലാ ക്രൈസിസുകളെയും നമുക്ക് പ്രത്യേകിച്ച് യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ടോക്ക് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടാം. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ തൊഴിൽ മേഖലയെ ഒന്ന് പ്രതിഷ്ഠിക്കാം. യോസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും നമുക്ക് കൂട്ടായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു മെയ് മാസം തന്നെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇങ്ങനെ ജോലി സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ജോലി മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഈ സമയം ഈശോയോട് യോസേപ്പ് പിതാവേ സംസാരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും മധ്യസ്ഥം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളൊക്കെ പങ്കുവെച്ച് ഈശോയോട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാം. ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുള്ളപ്പം നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ്, ഈശോയുടെ അമ്മയാണ്. പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ഈ ഒരു അഭിസംബോധനയോടുകൂടി വിളിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? സമുദ്ര താരമേ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ദ സ്റ്റാർ ഓഫ് ദ സീ, സമുദ്ര താരം. ഒരു 8-9 നൂറ്റാണ്ടുകളിലൊക്കെ ഇങ്ങനെ ഒരു ആത്മീയ പദ്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്തയാണത്. പരിശുദ്ധ അമ്മ ഇങ്ങനെ സമുദ്രതാരമേ എന്ന് വിളിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു പിന്നാമ്പുറത്ത് കിടക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഇങ്ങനെ നാവികരൊക്കെ ഇങ്ങനെ കപ്പലിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നു, കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കപ്പലുകൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ തീരത്ത് ഇങ്ങനെ ഒരു ടവറൊക്കെ നമ്മൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വഴി കാട്ടുന്ന നക്ഷത്രം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഈശോയുടെ ഈ നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് 3 പേര് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നക്ഷത്രം എപ്പോഴും ഒരു വഴികാട്ടിയാണ്, ഒരു അടയാളമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ എന്തിനാ നക്ഷത്രം, അല്ലെങ്കിൽ സമുദ്രത്തിലെ നക്ഷത്രം, സമുദ്രതാരെന്ന് വിളിക്കുന്നതെന്നറിയോ? നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ ഒരു കടൽ പോലെയാണെന്നാണ് പറയാം. കടലിൽ ഇടയ്ക്ക് നമുക്കറിയില്ല ഇതെങ്ങോട്ടാണ് പോണേന്ന്. ചിലപ്പോൾ കാറ്റും കോളും ഒന്നും അറിയില്ല. ചിലപ്പോൾ മുങ്ങിത്തപ്പിയ ഒത്തിരി നിധി ഉണ്ടാവും. അപ്പം തന്നെ വലിയ അപകടങ്ങളുടെ സാധ്യതയുള്ള ഇടമാണ് ഈ കടൽ. നമ്മുടെ ലക്ഷ്യം എന്താണ്? കരയ്ക്കെത്തുക എന്നുള്ളതാണ്, അല്ലേ? ഈ കടലിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നീന്തിയോ ഇല്ലെങ്കിൽ ഈ കപ്പലിലൊക്കെ യാത്ര ചെയ്ത് കരയ്ക്കെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം ആത്മീയ ചിന്തകരൊക്കെ ഇങ്ങനെ പങ്കുവെക്കുക, ഈ കടൽ നമ്മുടെ ജീവിതമാണ്, കര ഈശോയാണ്. ഈശോയാകുന്ന ഈ കരയിൽ, ഈ ഷോറിൽ നമ്മൾ എത്തണം, ഈ ലക്ഷ്യത്തിൽ നമ്മൾ എത്തണം. ഈ കപ്പൽ എങ്ങനെ മുന്നോട്ട് നയിക്കണം നമുക്കറിയില്ല, ഈശോയിലേക്ക് എത്തണം എന്ന് നമുക്കറിയാം. ആ ഈശോയിലേക്ക് എത്താനുള്ള ഈ സമുദ്രമാകുന്ന ഈ യാത്രയിലെ താരമാണ്, നമ്മളെ വഴികാട്ടുന്ന നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ, സ്റ്റാർ ഓഫ് ദ സീ, സമുദ്ര താരം. അത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ആരാണ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് പരിശുദ്ധ അമ്മയാണ്. ഈശോയിലേക്ക് എത്താണെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ നക്ഷത്രത്തിലേക്ക് എത്തുവാണെങ്കിൽ കുറേ കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് നമുക്ക് എത്തണം. ഈശോയുടെ അടുത്തൊരു നക്ഷത്രമുണ്ട്. ഈ നക്ഷത്രമാകുന്ന പരിശുദ്ധ അമ്മയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയിലേക്കുള്ള നമ്മുടെ ദൂരം കുറയും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആത്മീയ ചിന്തകരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുക, മറിയത്തിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തുക എന്ന് പറയും. അപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ ശരിക്കും കുറേയും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഈശോയിലേക്ക് എത്താം.
അപ്പോൾ അമ്മയെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടോ, ജപമാല മാറ്റി നിർത്തിയിട്ടോ, പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ടോ ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇല്ല. പരിശുദ്ധ അമ്മയുടെ കൂട്ട് പിടിച്ചിട്ട് വേണം ഈശോയിലേക്ക് എത്താൻ. ഈശോയിലേക്ക് എത്താനുള്ള, ഈ കരയിലെത്താനുള്ള നക്ഷത്രമാണ്, ഈശോയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് നമുക്ക് അമ്മയോട് കൂട്ടുചേരാം, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് കുറേ കൂടെ ചേർന്ന് നിൽക്കാം. അമ്മ നമ്മളോടും ചേർന്ന് നിൽക്കും. അതുവഴി നമുക്ക് ഈശോയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഈ സമുദ്രതാരത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഷീസ് ഓൾസോ ദ സ്റ്റാർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നക്ഷത്രം എന്നാണ് പറയുക. അപ്പോൾ കടലിലിങ്ങനെ വഴിതെറ്റി അലയുന്ന നാവികർ, ഇതെങ്ങോട്ടാണ് ദിശ തിരിക്കേണ്ടതെന്ന് അറിയത്തില്ലാത്തവർക്ക് ഏറ്റവും വലിയ പ്രത്യാശയാണ് ഇങ്ങനെ ഒരു നക്ഷത്രം കാണുന്നത്. ആ നക്ഷത്രം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെ കണ്ടാൽ നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വരുമെന്ന് പറയുക. ഈശോയിലേക്ക് എത്താനുള്ള എൻ്റെ ദൂരം കുറഞ്ഞു, എനിക്ക് ഈശോയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ. സോ ഷീസ് കോൾഡ് ദ സ്റ്റാർ ഓഫ് ദ സീ, ദ സ്റ്റാർ ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ നക്ഷത്രം, ഒപ്പം തന്നെ സമുദ്ര താരം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒന്ന് കരം പിടിക്കാം, നമുക്ക് അമ്മയുടെ മധ്യസ്ഥം തേടാം. അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിച്ചോളും. ഈ 31 ദിവസങ്ങളിൽ കൂടുതലും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുക. ഈശോ നിങ്ങൾക്ക് പാട്ടുപാടി തരട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.